ഹേ ഗൈസ്, അപ്പോൾ ഷോപ്പ് ഫോർ കില്ലേഴ്സിൻ്റെ സീസൺ 2 വന്നിട്ടുണ്ട്. എത്ര പേര് സീസൺ 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല. ഒന്നല്ലെങ്കിൽ സീസൺ 1 എപ്പിസോഡ് 1 തന്നെ നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 എപ്പിസോഡിന് ശേഷം എന്താണെന്ന് മനസ്സിലാകാൻ നിർത്തിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ടാണ്. ആദ്യം പ്രസൻറ്റ് ഇപ്പോൾ നടക്കുന്ന കാണിക്കും, പിന്നെ പാസ്റ്റിലോട്ടും, അങ്ങനെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് എല്ലാവരും കാണാനുള്ള ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോബ്ലിൻ്റെയും ടെയിൽ ഓഫ് ദ നെയിൻ്റെ നായകനായിട്ടുള്ള ലീ ഡോങ് വോക്ക് ആണ്. അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറായിട്ടുള്ള ജിൻമാൻ എപ്പിസോഡ് 1 തന്നെ മരിച്ചു എന്ന് കാണിച്ചിട്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പലർക്കും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് എപ്പിസോഡ് 1 തന്നെ നിർത്തിയിട്ടുണ്ടാവും. കാരണം പുള്ളീനെ പാസ്റ്റിലാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടർ അത്രത്തോളം ലൈവായിട്ട് പ്രസൻ്റ്ലി കാണാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്പം തന്നെ ഒരു ഇൻട്രസ്റ്റ് പോയി നിർത്തിയിട്ടുണ്ടാവും. പിന്നെ ചിലർക്ക് ഈ നോൺ ലീനിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പിന്നെ ഈ ക്യാരക്ടർ മരിച്ചേക്കണു, അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ സീസൺ 1 എപ്പിസോഡ് 8 അതാണ് ഫിനാലെ ആയിട്ടുള്ള എപ്പിസോഡ്. അത് കണ്ടിട്ട് ലാസ്റ്റ് അവിടം വരെ കണ്ടിട്ടും ഇനി എന്താണെന്നും മനസ്സിലാവാതെ നിർത്തിയിട്ടുണ്ടാവും. ഇനി കണ്ടിട്ട് കാര്യമുണ്ടോ, അങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അതായത് സീസൺ 2 ഇനി കാണണോ വേണ്ടിയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിർത്തിയിട്ടുണ്ടാവും. പക്ഷേ സീസൺ 2 ഓപ്പണിംഗ് എപ്പിസോഡുള്ള എപ്പിസോഡ് 1 കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കൺഫ്യൂഷൻസും മാറും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈറ്റിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിം ഡേ ജിൻമാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് 1 തുടക്കത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളും സീസൺ 2 ഫസ്റ്റിനകത്ത് കാണിക്കുന്ന ആ ഒരു സംഭവങ്ങളും പാരലാണ്. ഇതെല്ലാം ഒരേ സമയത്ത് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കൺഫ്യൂഷൻസും ഈ സീരീസിനോടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയൊക്കെ മാറും. പക്ഷേ വേറൊരു സംഭവമുണ്ട്, ഇതെല്ലാവർക്കും പറ്റുന്നൊരു സീരീസ് അല്ല. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. ഇതൊരു പ്രത്യേക ടൈപ്പാണ് വെച്ചാൽ ത്രില്ലിംഗ് റൊമാൻസ് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ജോൺ വിക്കിൻ്റെ വേൾഡ് പോലെ വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന അസാസിൻസിൻ്റെ നെറ്റ്വർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഗൺസ്, വെപ്പൺസ്, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും സീസൺ 2 കണ്ടേ മാറും. സീസൺ 1 ഡിസപ്പോയിൻമെൻറ്റ് സീസൺ 2 കണ്ടേ മാറും. പക്ഷേ അല്ലാത്തവർക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ഒരു സീരീസ് എല്ലാവർക്കും പറ്റുന്ന ഒരു സീരീസ് അല്ല. പക്ഷേ സീസൺ 2 വരുമ്പോൾ എവറിത്തിങ് മേക്ക് സെൻസ്. അപ്പോൾ ജോങ്ജിയൻ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 13 ബില്യനൊക്കെയാണ് ബാങ്ക് ബാലൻസ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ മറ്റേ ഹോസസ് നമ്മുടെ വെള്ളം അടിക്കുന്ന ആ പൈപ്പ് അത് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ജീവിതകാലം മുഴുവൻ ചെയ്താലും 13 ബില്യൺ ഒരിക്കലും ബാങ്ക് ബാലൻസ് വരില്ല. അപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഏകദേശം ഐഡിയ കിട്ടി. അപ്പോൾ തിരിച്ചവർ ആ വെബ്സൈറ്റിലെ ഒരു ഭാഗം വെച്ചാൽ അതൊരു ഫ്രണ്ട് കവറേജ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖംമൂടി പോലത്തെ അങ്ങനെ സംഭവം. കാരണം പുള്ളി 10 വർഷത്തോളം ബാബിലോൺ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു അസാസിൻസിൻ്റെ ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്തത്. പുള്ളിക്കാരൻ അറിയാം എങ്ങനെ ഒരു സംഭവം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് വെബിലെ മദർ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഒരു ഈ വെപ്പൺ വിൽക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ അങ്കിൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ആ ഒരു ഐഡിയ കിട്ടും. പുള്ളിക്കാരിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വലിയ സംഭവങ്ങൾ ദുരൂഹത പുള്ളിയെ സംബന്ധിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഉണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ദിവസം വരുന്ന അറിയുന്നു. അപ്പോൾ അതിനുവേണ്ടി പുള്ളിക്കാരി അറിയാതെ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിൻമാൻ. അതായത് ലീഡും കൂടി ചെയ്യുന്ന ഈ ഒരു ജിൻമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബാബിലോൺ എന്ന് പറഞ്ഞ അത്രയും വലിയ അസാസിൻ ഗ്രൂപ്പിന്റെ ദ ബെസ്റ്റ് മെർസനറി ആയിരുന്നു. അതായത് നമ്മുടെ ജോൺ വിക്കിനെ പോലെ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇവരുടെ ബ്രൂട്ടാലിറ്റി, അതായത് ഇവരുടെ ജോലി അസാസിൻസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊല്ലുന്നതാണെങ്കിലും പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഇവർ കൊന്നുകൂട്ടുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു സൈക്കോപാത്തിക് നേച്ചർ അതെല്ലാം പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങി. പുള്ളി അവിടെ നിന്ന് പോവാണ്, വിട്ടുപോകുന്നത്. 10 വർഷത്തോളം പുള്ളി അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള അസാസിനായിരുന്നു. അപ്പോൾ അത് ഉപേക്ഷിച്ച് പുള്ളിക്കാരൻ പോകണം. അപ്പോൾ ഒരിക്കലും എന്താ ഞാൻ പറയാം, ഒരു ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പ് അതിനകത്ത് ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല. കാരണം അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ലീക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിനെ ഒരു ദിവസം എന്തായാലും കൊല്ലാൻ വരുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അതായത് ഇവരുടെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മുടെ ജോങ്ജിയൻ പുള്ളിയുടെ നീസായിട്ടുള്ള ആ ഒരു പുള്ളിക്കാരിയുടെ പാരൻസ് മരിച്ചത്. അപ്പോൾ ഒരു ദിവസം എന്തായാലും പുള്ളിക്കാരിക്കും വേണ്ടിയിട്ട് ഇവർ വരും. അതായത് ഈ ഒരു ബാബിലോൺ ഗ്രൂപ്പിലെ ആൾക്കാരും വേറെ ഒരുപാട് പല സ്ഥലത്തുനിന്നുള്ള അസാസിൻസും വരും എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുണ്ടാക്കിയ ഒരു വെബ്സൈറ്റ്, ഡാർക്ക് വെബിലെ ഒരു വെബ്സൈറ്റാണ് മദർ ഹെൽപ്പ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു അതായത് ജിൻമാൻ്റെ മരണത്തിന് ശേഷം ഈ ഒരു വെബ്സൈറ്റിലെ ആക്സസ് എന്താ പറയുക അവിടേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരനെ കൊല്ലാനായിട്ട് വരുന്നത്. കാരണം ഓഫ് കോഴ്സ് ജിൻമാൻ്റെ മരണത്തിന് ശേഷം പുള്ളിക്കാരൻ്റെ നീസായിരിക്കും അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന എല്ലാവരും വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ പാരലായിട്ട് വേറെ മറ്റ് കഥകൾ നടക്കുന്നത്, സംഭവങ്ങൾ നടക്കുന്നത്. പുള്ളിക്കാരൻ ശരിക്കും മരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ സീസൺ 1 എപ്പിസോഡ് 8 ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ സീസൺ 2 കണ്ടുകഴിയുമ്പോൾ എല്ലാം പാരലായിട്ട് നടക്കുന്നത്, അതായത് ജിൻമാൻ്റെ സൈഡ് ഓഫ് വ്യൂ ആ ഒരു സംഭവം എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ബോറിംഗ് ആണ്, കൺഫ്യൂസിങ് ആണ്. ഈ ഒരു ക്യാരക്ടർ മരിച്ചു എന്ന് കാരണം കൊണ്ട് നിർത്തിയിട്ടുള്ളവർക്ക് കാണാനായിട്ടുള്ള നല്ല അവസരമായിരിക്കും. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.